അതിജീവിതയെ പീഡിപ്പിച്ച കേസിൽ മുൻ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് പി.ജി. മനു പോലീസിൽ കീഴടങ്ങി. പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിൽ എത്തിയാണ് കീഴടങ്ങിയത്. സുപ്രീം കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് കീഴടങ്ങൽ. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, സുപ്രീം കോടതി തന്നെ ആദ്യം കീഴടങ്ങൂ എന്ന് നിർദ്ദേശിച്ചിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ ഈ കീഴടങ്ങൽ? ഇനി എന്തെല്ലാമാണ് മറ്റ് നടപടികൾ? അഭിലാഷ, ഹൈക്കോടതിയും സുപ്രീം കോടതിയും ജാമ്യാപേക്ഷ ഒരേപോലെ നിരാകരിച്ചൊരു സാഹചര്യം. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പിറ്റേന്ന് തന്നെ ഇപ്പോൾ പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിലെത്തി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അവിടെയാണ് പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിൽ മുൻ ഗവൺമെന്റ് പ്ലീഡറായ പി.ജി. മനു ഇവിടെ ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നത്. ഇതിന്റെ പ്രൊസീജിയർ ഇന്ന് ചോദ്യം ചെയ്ത ശേഷം ഇതിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയും മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കുകയും ചെയ്യുക എന്നതാണ്. അതിജീവിതയെ പീഡിപ്പിച്ച കേസിൽ ഇതിൽ ആദ്യഘട്ടത്തിൽ മനു പറഞ്ഞിരുന്നത് തനിക്കെതിരെ ചിലർ പ്രൊഫഷണൽ രംഗത്തെ ചിലർ വൈരാഗ്യം തീർക്കുന്നു, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരാതി, ഇത് കള്ള പരാതിയാണ് എന്നതടക്കമുള്ള വാദമുഖങ്ങൾ ഇയാൾ പല ഘട്ടത്തിലും തന്നെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോഴെല്ലാം തന്നെ ഉയർത്തിയിരുന്നു. പക്ഷേ കോടതി അതല്ല പരിഗണിച്ചത്. അതിജീവിതയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് കോടതി ഇക്കാര്യങ്ങൾ പരിഗണിച്ചത്. പ്രത്യേകിച്ച് അതിജീവിതയുടെ പരാതിക്കൊപ്പം നൽകിയിരിക്കുന്ന വിശദാംശങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒരു കേസിൽ ഇരയാക്കപ്പെട്ട യുവതി അതിൽ നിയമോപദേശം തേടുന്നതിനടക്കമാണ് ഇയാൾ പി.ജി. മനുവിനെ, അന്ന് ഗവൺമെന്റ് പ്ലീഡറായിരുന്നു പി.ജി. മനുവിനെ ചെന്ന് കണ്ടതും പിന്നീട് ഇവർക്ക് ഈ ഒരു അനുഭവം ഉണ്ടാവുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് പരാതി നൽകുകയായിരുന്നു. ഈ പരാതിയാണ് പിന്നീട് പല കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് വ്യാജമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചത്. പക്ഷേ കോടതി ഇത് പരിഗണിച്ചില്ല. ഇതിനെ തുടർന്ന് കീഴടങ്ങാൻ നിർദ്ദേശം അടക്കം നൽകുകയായിരുന്നു. ഇന്ന് ഇപ്പോൾ പുത്തൻകുരിശ് പോലീസിന് മുമ്പാകെ കീഴടങ്ങിയിരിക്കുന്നു. നേരത്തെ പരാതി ലഭിച്ചപ്പോൾ തന്നെ ഒരു പ്രത്യേക ടീമിനെ തന്നെ ഇയാളെ പിടികൂടുന്നതിനടക്കം മറ്റ് നടപടികളിലേക്ക് കടക്കുന്നതിന് പോലീസ് ഉദ്യോഗസ്ഥർ ചുമതലപ്പെടുത്തിയിരുന്നു. പുത്തൻകുരിശ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം രൂപീകരിച്ചു. പിന്നീട് ലുക്കൌട്ട് നോട്ടീസ് അടക്കം പി.ജി. മനുവിന് വേണ്ടി പുറപ്പെടുവിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കേസിന്റെ തുടക്കത്തിൽ തന്നെ അഡ്വക്കേറ്റ് ജനറൽ ഇയാളിൽ നിന്ന് ഗവൺമെന്റ് പ്ലീഡർ എന്ന സ്ഥാനം അത് രാജിവെക്കാനായിട്ട് ആവശ്യപ്പെടുകയും രാജി എഴുതി വാങ്ങുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇനി പോലീസിൽ കീഴടങ്ങി മറ്റ് തുടർ നടപടികളിലെ അടക്കം ഇനി വൈകാതെ ഉണ്ടാകും. അഭിലാഷ്, മറ്റൊരു വാർത്ത കൂടിയുണ്ട്.